ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ എൻ്റെ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീക്ക് ഫുഡ് കൊടുത്തു. ബട്ട് ഞാൻ കാണിക്കാൻ മറന്നു. അത് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നുള്ളത്. എന്തായാലേ അപ്പം ഞാൻ ഇത്ര ഏർലി മോർണിംഗ് എല്ലാ ദിവസവും എണീക്കുമെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് ആൻ എവറി ഡേ തിങ്. ബട്ട് എന്നാലും ഞാൻ എത്ര ലേറ്റ് ആയിട്ട് കിടന്നാലും എനിക്ക് ഇപ്പോൾ എണീക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യമാണെങ്കിൽ ഐ വുഡ് ഞാൻ എണീക്കും. ആൻഡ് I love waking up in the morning. പറ്റുവാണെങ്കിൽ and I think that's the best thing അല്ലേ. So this is my bag and ഞാൻ ഈ ബാഗാണ് എവിടെ പോകുന്നെങ്കിലും എടുക്കില്ല. and I love this bag, you know. നല്ല ബാഗ്. അപ്പൊ ഇതിൽ കുറേ സാധനങ്ങളുണ്ട്, വേണ്ടാത്തതായിട്ടും വേണ്ടതും അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കാം നല്ലോണം. ഇതിനകത്ത് വന്നിട്ട് 3 സ്പേസസ് ഉണ്ട്. സോ ഇതിനകത്ത് ഫുള്ളും കച്ചറ സാധനങ്ങളാണെന്നുള്ളത്. എന്തെന്നാ നോക്കട്ടെ. ഇവിടെ ഐ ഡോണ്ട് നോ. ഓ, ഞാൻ പറശ്ശിനി കടവ് പോയിട്ട് വഴിപാടെല്ലാം കഴിച്ചത്. പഞ്ചായത്തിന്റെ സാധനങ്ങൾ, പിന്നെന്തോ സ്ലിപ്പ്, കുറച്ച് പൈസ, പെന്ന്, ഇത് ഫുള്ള് സെന്റർ ഫ്രഷിന്റെ ഇതൊക്കെ ഫുള്ള് പഞ്ചായത്താന്ന് മോളെ. എന്റെ ബാഗ് നിറച്ചും പഞ്ചായത്താ. ഫുള്ള് സ്ലിപ്പ് പഞ്ചായത്തിന്റെയാ. കൊറേ ചില്ലറുണ്ട് എന്റെ അടുത്ത്. ഞാനൊരു ചില്ലറക്കാരി എല്ലാന്നറിയാൻ വേണ്ടിട്ട് ചില്ലറുണ്ട്. ഫുള്ള് പേപ്പർ നോക്ക്, ഫുള്ള് ചുയിങ്കത്തിന്റെ കവറല്ലോ. ചില്ലറ കാര്യല്ല. ഒരെണ്ണം കഴിഞ്ഞ ഒരു കർച്ചീഫ്. ഇതില്ലാണ്ട് പിന്നെ നടക്കൂലോ. ഇതാണ് മാസിന്റെ ഒരു ലിപ് ക്രയോൺ. ഓയിലും ഉണ്ട്. പൈസ പൈസ പൈസ. അടുത്തതിൽ വന്നിട്ട് പേഴ്സ്. ഇവിടെ ഒരു ചെറുതും കൂടെ ഉണ്ട് കേട്ടോ, ചെറിയൊരു സ്പേസ്. അതിൻ്റെ അകത്ത് എന്തെന്നാ, ഓ നാളെ സാധനം വാങ്ങി വെക്കാം. ക്ലിപ്പ്, പിന്നെ കോയിൻസ്, ഫുള്ള് കോയിൻസ്. അച്ഛൻ്റെ ഒരു ഫോട്ടോ, പാസ്പോർട്ട് സൈസ് 3 ഫോട്ടോ ഉണ്ട്. ഇത്ര സാധനമാണല്ലോ. പക്ഷെ നോക്ക്, എന്തൊക്കെ സാധനം. ഇങ്ങനത്തെ ഒരു ബാഗ് ഉണ്ട്, അല്ല ബാഗല്ല, പേഴ്സ് ഉണ്ട്. ഇതാണ് എൻ്റെ പേഴ്സ്. ഞാൻ ഈ ബാഗിൻ്റെ അകത്ത് ഈ പേഴ്സ് ഇട്ടേക്കും. നല്ല വെയിറ്റ് ആയി. ഈ സാധനത്തിനാണ് നല്ല വെയിറ്റ് ഉള്ളത്. സോ ഇതിൻ്റെ അകത്തും കുറേ സാധനങ്ങളുണ്ട്. ഞാനൊരു സാധനം കാണിച്ചിടാം. എന്താണ് ഇത് ഞാൻ ചെറുപ്പത്തിലുള്ള ഫോട്ടോ. ഇത് ലാസ്റ്റ് ഇയർ എടുത്ത ഞാൻ. അവൻ്റെ അടുത്ത് വേറെ ഒന്നുകൂടി ഉണ്ടായിന്. ഞാനൊരു പണ്ട് ശബരിമലയ്ക്ക് പോയപ്പോ എടുത്ത്. അത് ഞാൻ അങ്ങനെ കാണുന്നില്ല. ഇതിലുണ്ടായിടും പക്ഷെ കാണുന്നില്ല. ആധാർ കാർഡ് ഫോട്ടോ കാണണ്ട. ആധാർ കാർഡ് തവള കയറി കുത്തിരിക്കുന്ന മാതിരി ഉണ്ട്. പിന്നെതാ എൻ്റെ അടുത്ത് ഡോളർ ഉണ്ട്. ഡോളർ ഞാൻ കുറേ അയക്കി. എൻ്റെ കയ്യിലുള്ളത് അത് അച്ഛൻ തന്നാന്ന്, പണ്ട് തന്ന എനിക്ക് അച്ഛൻ. ഇതിൽ കുറച്ച് കാർഡ്സും അങ്ങനെയൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ കുവൈറ്റിലുള്ള സിവിൽ ID. സോ ഇതില്ലാണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഇല്ലാണ്ട് നമ്മൾ പുറത്തിറങ്ങിയാൽ ഇപ്പോൾ പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കാൻ നമ്മളെ കയ്യിലില്ലെങ്കിൽ അപ്പോൾ നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യും. സോ നമ്മളെ കൊണ്ടുപോകും. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇപ്പം വന്നിട്ട് ഫോണിലൊക്കെ ഉണ്ട്. അതിനൊരു ആപ്പൊക്കെ ഉണ്ട്. പാൻ കാർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ദ മോസ്റ്റ് വാല്യുബിൾ തിങ്, എൻ്റെ ലൈസൻസ്. സോ ഇത് ഞാൻ ലാസ്റ്റ് ഇയർ എടുത്ത ലൈസൻസാണ്. എത്ര കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇതിലും ഒട്ടും കുറവില്ല. അയ്യോ, ഇതൊക്കെ
പക്ഷെ കാണില്ല. അയ്യോ, ഇതാ ആർക്കെങ്കിലും ചില്ലറേൻ്റെ കുറവുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻഫോം മീ, ഞാൻ തരുവടാ. എൻ്റെ കയ്യിൽ എത്ര പൈസ വേണം? 20 റുപ്യ 20 റുപ്യൊക്കെ ഉണ്ട്. നമുക്ക് കാണുന്നില്ല അല്ലേ? ഇങ്ങനെ കാണിക്കാൻ തോന്നുന്നു. കാണുന്നുണ്ടോ? 20 ഒക്കെ സാക്ക്. ഇത് 20 റുപ്യ കേട്ടോ. ഐ മീൻ 20ന്റെ കോയിനാ. 10ന്റെ കോയിൻ ഉണ്ട്, 5ന്റെ കോയിൻ ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് മോള്. അതാണ്, അതിനൊന്നും ഒരു കുറവില്ല. സോ ഇത്രയും കാര്യങ്ങൾ എൻ്റെ ബാഗിലുള്ള. സോ ഇത്രയും കച്ചറകൾ എൻ്റെ ബാഗിൻ്റെ അകത്ത്. ഇതൊക്കെ ഇനി നമുക്ക് നല്ലതായില്ല ഇതിലേക്ക് വെക്കാം. ഞാൻ നോക്കുമ്പോൾ ഒരാൾ ഇവിടെ നിൽക്കുന്നു. നല്ല മഴയാണ്, നല്ല കാറ്റും മഴയുണ്ട്. സുഖമെന്നറിയോ കാണാനൊക്കെ. സോ മഴയൊക്കെ അതിനെ കൊണ്ട് തന്നെ ലൈനൊക്കെ പൊട്ടി ഭയങ്കര ഫുള്ള് മഴേൻ്റെതൊക്കെ ആയിരുന്നു. ഇപ്പം മഴയെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിച്ച് വിളക്കത്തിച്ചിട്ടുണ്ട്. ആൻഡ് ഈവനിങ് എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണിക്കാനുണ്ടായില്ല. മഴ തന്നെയാണ് എന്നെക്കൊണ്ട് ഭയങ്കര കാറ്റും മഴ ഇടിയൊക്കെ ആയിരുന്നു നല്ലോണം. അതിനെക്കൊണ്ട് ഞാൻ ഫോണൊന്നും നോക്കിയില്ല. അപ്പം ആ ഒരു ഈവനിങ് അങ്ങനെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുളിച്ചു. ആൻഡ് കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളക്കത്തിച്ചു. വിളക്കിപ്പെടുത്തൊക്കെ അയക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ടുണ്ട് കാറൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട്. അപ്പം കാറൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വരാം. ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് യൂഷ്വലി. പക്ഷേ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാത്തത്, അയ്യോ ലൈറ്റ് ഓഫ് സ്റ്റാർട്ട് ചെയ്യാത്തതിനെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഒന്ന് ഓടിച്ചിട്ട് എനിക്ക് ആക്ച്വലി ഒന്ന് ഓടിച്ചിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാർ തന്നത്. റെഡിയാക്കാൻ മീൻസ് ആ റെഡിയാക്കലല്ല, ഒന്ന് എയിം ആക്കാൻ വേണ്ടിയിട്ട് ഈ കാർ തന്ന്. സോ എൻ്റെ ഡ്രൈവിംഗ് സ്കിൽ നിങ്ങൾ കാണണ്ടേ കൂട്ടുകാരെ? ഇതിൽ ലൈറ്റ് കത്തുന്നില്ല. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി കാർ. നമുക്ക് പോവാം. അയ്യോ, ഫോൺ താഴെ വീണ്. താഴെ വീഴല്ലേ? ഹോട്ടൽ കണ്ടിട്ടാണോ നിങ്ങൾ വീണത്? ഓ മൈ ഗോഡ്, നോ നോ നീഡ്. ഓരോരോ ബ്രേക്കിനും ഫോൺ താഴെ വീഴല്ലേ? പ്ലീസ് യു സ്റ്റേ ദേർ, ഓക്കെ? അതാ ഫോൺ താഴെ വീഴരുത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാം ഞാൻ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഉള്ളിൽ നിൽക്കുന്നില്ല. ഞാൻ ഒരു സ്ലോപ്പ് ഏരി ഇവിടെ പൂപ്പനൊക്കെ ഉണ്ട് പോകുന്നത്. കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ചൂടെടുത്തതായി. ഇത് അമ്മച്ചൻ കൊണ്ടുവന്ന 5 സ്റ്റാർ. അടുത്തൊരു പിസ്സേൻ്റെ വീഡിയോ വരുന്നുണ്ടാവും കേട്ടോ.
സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. ടൈം വന്നിട്ട് 8:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് കിടക്കും. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മോസ്റ്റ് ഓഫ് ദ ടൈംസ് എനിക്ക് കറണ്ടൊന്നും ഇല്ലായിരുന്നു. KCB വന്നിട്ട് ഇപ്പോൾ റെഡിയാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് പിന്നീട് ഒരു ദിവസം നല്ല പോലെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇനി എടുക്കാമല്ലോ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കയറി കാണുന്നത്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ, സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.